എന്തോടാ ഇപ്പൊ കാണുന്നത്? ത്രില്ലർ വല്ലതും ഇടാവോ? ത്രില്ലർ ഏതാന്ന് പറ. എടാ മറ്റേ എക്കോസ് ഓഫ് ദ എക്ലിപ്സ് ഇല്ലേ? എക്കോസ് അതിപ്പോഴാണ്ട് ഇറങ്ങിയില്ലുള്ളത്, OTT വന്നു. അല്ല, ഇപ്പൊ ഇറങ്ങിയേക്കുന്ന സെക്കൻഡ് പാർട്ടാ. നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണാം. നീ കണ്ടോ? സത്യം പറയണം. കണ്ടു. എന്നാ വേറെ എന്തെങ്കിലും കാണാം. അല്ലല്ല, ഇത് തന്നെ കാണാം. നിനക്ക് ഇവന്റെ പരിപാടി അറിയാലോ. അത് കുഴപ്പമില്ല. നീ മിണ്ടായിരിക്കണേ. ഇവനെ കൊണ്ട് പറ്റത്തില്ല. ഇരിക്കാവോ? ഇരിക്കാം. ഇവൻ ദൃശ്യം FDFS കണ്ടിട്ട് വൈകിട്ട് പോകാനായിട്ട് എന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ? എന്തു? ലാലേട്ടന്റെ പറമ്പിൽ ആരണ്ട് ഒരു പശുവിനെ കുഴിച്ചിട്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. തിയേറ്ററിൽ എല്ലാരും മറ്റേ കുഴിയിൽ എന്തുവാന്ന് റിവീൽ ചെയ്യുന്ന ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാനാണെ പശു. ഇവനെ വിളിക്കാതെ തെറിയില്ല. ഇവൻ ഇതുപോലെ എൻ ഗെയിം കാണാൻ പോയിട്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് അയൺമാന്റെ ഫ്യൂണറൽ അവൻ കരഞ്ഞെന്ന്. അയൺമാന്റെ ഞാൻ പറഞ്ഞില്ല, ഫ്യൂണറൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അയൺമാന്റെ ആര് പറഞ്ഞു? അല്ല, ഞാൻ ചോദിച്ചു ആരുടെയാന്ന്. അതെന്തിന്? അത് ഈ ഫ്യൂണറൽ എന്ന് കേട്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി. കൊള്ളാം. ഇത് നീ കണ്ടാന്നല്ലേ പറഞ്ഞേ? വാ തുറന്ന ഐഡിയ. ഓക്കെ. എടാ നിനക്കെന്തോ തോന്നുന്നേ? കില്ലർ ആരാ? ഹസ്ബൻഡ് ആണോ? എടാ, ഹസ്ബൻഡ് മാത്രമല്ല, ഹെൽപ്പ് ചെയ്യാൻ ബ്രദറും ഉണ്ട്. നിന്നോടല്ലേ വാ തുറക്കരുതെന്ന് പറഞ്ഞേ? നീയല്ലേ ചോദിച്ച ആരാ കില്ലർ? അത് ഇവനോട് ഗസ് ചെയ്യാൻ പറഞ്ഞല്ലേ? അല്ലാതെ ഇത് മൊത്തം കണ്ട നിന്നോട് ചോദിച്ചിട്ട് എന്താ ഉണ്ടാക്കാനാ? ശരിയാ. ഇനിയിപ്പോ എന്തിനാ കാണുന്നത്? ചുമ്മാ മാറ്റ്. അല്ല, മാറ്റണ്ട. ഇത് മാത്രമല്ല, വേറെ ട്വിസ്റ്റ് ഉണ്ട് സത്യമായിട്ട്. ഈ പാർട്ട് നോക്കണം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് സീനാണ്. നൈസ്. ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ ഒന്ന് ഞങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ. നീ ഹെഡ്സപ്പ് തരണ്ട. സോറി. എടാ ഇവിടെ തേങ്ങയില്ല. ഒന്ന് മിണ്ടാരി. എടാ ഒന്ന് മിണ്ടാരി. ഇൻസ്റ്റ സ്റ്റോറി ഇട്ടേക്കുന്നു. എന്താ? മുകളിലത്തെ മിററിൽ കൂടെ നോക്കിയ വൈഫിന്റെ മോന്ത കാണാം. മുകളിലത്തെ നിന്നോടാണ് ഉറക്കം വായിക്കാൻ പറഞ്ഞേ? നീയല്ലേ ചോദിച്ച സ്റ്റോറി എന്തു വന്നു? അരവട്ടനും മുഴുവട്ടനും രണ്ടെണ്ണം ഒന്ന് മിണ്ടായിരിക്കും. നിന്നെ ഞങ്ങൾ എല്ലാരും ട്രസ്റ്റ് ചെയ്യും. എന്നിട്ടും അവന്റെ വൈഫിനെ അടിച്ചോണ്ട് പോയെന്ന് പറയുമ്പോഴേ എന്താ? വൈഫിനെ അടിച്ചോണ്ട് പോയോ? എപ്പോ? അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് അല്ലേ? ആരെവിടെ പറഞ്ഞു? പിന്നെ ഇവരെന്തിനാ ഇവനോട് ചൂടാവുന്നേ? അതിപ്പോ കണ്ടില്ലല്ലോ, അവള് കൊക്കെ വീഴാൻ പോയപ്പോ അവൻ പിടിച്ചു കയറ്റാതെ വായും പിടിച്ചു നിന്നില്ല അതിന്. ചേടാ, ആ പെണ്ണിന്റെ ചെരുപ്പ് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കാണിച്ചല്ലേ? ഇല്ലേ? എന്താ? ആ സീൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഈ പഴമക്കാർ പറയുമായിരുന്നു, ലൈഫിൽ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ അറിയുന്നത് നല്ലതല്ലേ? എന്തൊരു സമാധാനം. ഇതിനി എന്ത്? അതാ കഴിച്ചുകൂടി. ഇനി പോലും കാര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞ പോലെക്ക്. എടാ, ആ പണി ചത്തിട്ടില്ല. സെക്കൻഡ് പാർട്ടി വന്നവളെ എല്ലാരെയും കൊല്ലും. പാട്ടി കരിമ്പാറ.